യെസ്, വരൂ, ഇരിക്കും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഡോക്ടറെ, കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ മോളിലെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കുറച്ച് കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ ആൾക്കാരൊരു ഭയം, പിന്നെ ഇപ്പോൾ ഷോപ്പിംഗ് മാളിലാണെങ്കിലും കൊണ്ടുപോയി അവിടെ ഒരു കൂവി ബഹളം ഉണ്ടാക്കല്, എല്ലാവരും ഒരു പേടി, അങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ ഞാൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ അടുത്ത് പറയാറുണ്ട്, കുട്ടി എന്താ ഇങ്ങനെയെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതെന്താ മാഡം അങ്ങനെ? നമുക്കിന്ന് വന്നൊരു കേസാണിത്. അവരുടെ കുട്ടിയിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അഥവാ സോഷ്യൽ ഫോബിയ. കുട്ടികൾ കണ്ടുവരുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫിയർ ആണ് സോഷ്യൽ ഫോബിയ. അതായത് സോഷ്യൽ സിറ്റുവേഷനുകളിൽ പോകുവാനോ, സ്കൂളിൽ പോയി അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കുവാനോ, ഇന്ററാക്ട് ചെയ്യുവാനോ, ഓരോ ഫംഗ്ഷൻസിൽ പങ്കെടുക്കുവാനോ മറ്റോ ഇവർക്ക് കാണപ്പെടുന്ന ഒരു ഫിയർ ആണ് സോഷ്യൽ ഫോബിയ. ഇന്റൻസീവ് ഫിയർ ഒഴിവാക്കുവാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ വന്നൊരു കേസിൽ അവർ പറഞ്ഞതുപോലെ കുട്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻസിൽ കുട്ടി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടി അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുകയും ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുവാൻ വേണ്ടി കരയുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സോഷ്യൽ ആങ്സൈറ്റിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് കുറച്ച് തെറാപ്പീസ് യൂസ് ചെയ്യാം. CBT തെറാപ്പി അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതേപോലെ ഗ്രൂപ്പ് തെറാപ്പി, ടോക്ക് തെറാപ്പി, ഇത്തരത്തിലുള്ള തെറാപ്പിയിലൂടെ നമുക്ക് വളരെ ഈസിയായി കുട്ടികൾ കാണപ്പെടുന്ന ഈ സോഷ്യൽ ഫോബിയ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്.